പണം എന്തോ ഒരു മോശമാണ്, നമ്മൾ അധികം ആഗ്രഹിച്ചിടാം. ഈ ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾ ഉള്ളിൽ കിടക്കുകയാണ്. പിന്നെ എങ്ങനെ പണം നമ്മളിലേക്ക് വരിക? എന്തിനേയും അമിതമായി ആഗ്രഹിച്ചാൽ മാത്രമേ നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരോളം കിട്ടുമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് കുന്നോളം ആഗ്രഹിക്കണം, കുന്നോളം തന്നെ കിട്ടും. ഒരു 60 വയസ്സെത്തുന്ന സമയത്ത് നമുക്കൊരു പീരീഡ് വരുന്നുണ്ട്, അപകർഷതാബോധം എന്നൊരു സംഭവം വരും. അതായത് അന്ന് നമുക്കത് തോന്നാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. സെൽഫ് ലവ്. ഈ സെൽഫ് ലവ് കൂടിയാൽ അയാളങ്ങ് സെൽഫിഷ് ആയി പോകില്ലേ? ഒരിക്കലും ഇല്ല. പിന്നെ ആ ബന്ധത്തിനൊരു വിലയില്ലാതായി പോകില്ലേ? ഒരിക്കലും ഇല്ല. ആ സ്ട്രഗിളിങ് നടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂയിസൈഡിലേക്ക് പോകുന്നത്. ഇയാളുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാവില്ല, പക്ഷെ ചിലപ്പോൾ അവളുടെ മനസ്സിൽ അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ വേറെ തെറ്റുണ്ടാവും. അത് ആര് ഫില്ല് ചെയ്യുന്നേ ആ ലോകം? നമ്മൾ അവരവരെ തന്നെ ഫില്ല് ചെയ്യണം. അപ്പം നമ്മുടെ സോൾ എന്ത് ചെയ്യും? സംതൃപ്തിയാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ നിന്ന് സ്ട്രഗിൾ വരും. ആത്മാവിനൊരു ആത്മസംതൃപ്തി ഉണ്ടായാൽ തന്നെ നമ്മൾ പകുതി. അതെ, നമ്മൾ പകുതി വിജയിച്ചു. ഫിനാൻഷ്യലൊക്കെ നല്ല സെറ്റിൽഡ് ആണ് ഈ കുട്ടി, ഈ ആൺകുട്ടി. അമ്മ പറയും അവൻ നിനക്ക് ചേരില്ല, അവൻ കുറച്ച് കറുത്തിട്ടുണ്ട്, കുറച്ച് ഹൈറ്റ് കുറവാണ്. ഫാദർ ഇവരുടെ കൂടെ ഇപ്പം ഇല്ല. പെൺകുട്ടിയുടെ എന്താ കാരണം? ഇപ്പം ചൈൽഡ്ഹുഡ് തൊട്ട് ഈ കുട്ടി ഇത് കണ്ടും കേട്ടും വളരെയാണ് ഈ പെൺകുട്ടി. അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കുട്ടിയുടേതായ ഇഷ്ടമല്ല അത്. അവൾ പ്രണയിച്ചു പോയത് കണ്ടില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂരേക്ക് വരുന്ന സമയത്ത് എന്നെ ഒരു പയ്യൻ വിളിക്കുകയാണ്. ഈ പയ്യന് ഒരു 10-22 വയസ്സ് 21 വയസ്സുണ്ടാവും. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ചാൾ മുമ്പ് ഇവരുടെ ഫാദർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഈ പയ്യൻ ഒരു പെൺകുട്ടിയുടെ പ്രണയത്തിലാണ്. ഈ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. അവർ കേസ് കൊടുത്തു. 2 ദിവസം കുട്ടി പയ്യനോടൊപ്പം താമസിച്ചു. സ്റ്റേഷനിൽ പോയിട്ട് പെൺകുട്ടിയെ പഠനം കഴിയുന്നത് വരെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി പെൺകുട്ടിയുടെ വീട്ടുകാരോട് വിട്ടുപോയി. അപ്പോൾ ഇവ എന്നെ വിളിച്ചിട്ട് വേറെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ ഈ സൗണ്ടൊക്കെ കേൾക്കാം, ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാം. അപ്പോൾ എന്നോട് പറയാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാം, എനിക്ക് ആരെയാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ താങ്കളെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന പയ്യനാ, കുടുംബമായിട്ട് എത്ര അടുപ്പമുള്ള കുടുംബമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്താ അതിൻ്റെ പ്രശ്നം? അത് ഞാൻ +2 കഴിഞ്ഞ് എൻ്റെ ഇഷ്ടത്തിന് അല്ല +2 കഴിഞ്ഞു ജോലി ചെയ്യണം, എൻ്റെ ഇഷ്ടത്തിനല്ല പഠിപ്പിക്കാൻ വിട്ടെ. അമ്മയ്ക്ക് നാട്ടുകാരുടെ മുന്നിൽ എന്നെ എഞ്ചിനീയർ ആക്കണമായിരുന്നു, അഹങ്കാരം കാണിക്കണമായിരുന്നു, കൊണ്ടുവിട്ടു. ഫീസ് അടയ്ക്കാൻ പൈസയൊന്നുമില്ല, സാമ്പത്തികമായിട്ട് അത്ര വലിയ ഉന്നമതിയിലുള്ള കുടുംബമൊന്നുമല്ല. ഞാൻ നാണം കെട്ട് അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എത്ര പെൺകുട്ടികളെ പ്രണയിച്ചെന്നറിയും. ഒന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചു. അവസാനം ഇവിടെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്തു. ഇപ്പോൾ അവർക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ വരുമാനം ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ 3-4 വണ്ടി വാങ്ങിച്ചു. അവൻ ജീവിതത്തിൽ അവൻ്റെ വലിയ സക്സസ്ഫുൾ പറയാം. 2-3 ബൈക്ക് വാങ്ങിച്ചു, ഒരു കാറ് വാങ്ങിച്ചു, വീട്ടിലേക്ക് ചിലവിന് പൈസ കൊടുക്കുന്നു. ഇപ്പോൾ ആ പെൺകൊച്ചിനെ ഇവർക്ക് കണ്ടുകൂടാ. ഞാൻ പറഞ്ഞത് ആ പെണ്ണിൻ്റെ വീട്ടുകാരോടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ അമ്മയെ വിളിച്ച് വഴക്കുണ്ടാക്കി. ഞാൻ ആത്മഹത്യ ചെയ്യും. അമ്മയ്ക്ക് പെൺകുട്ടിയെ കണ്ടുകൂടാ. ഇവന്റെ ഭാഷ്യമാണ്, എന്താ കാര്യം അറിയില്ല. അപ്പൊ ഞാൻ ഇവർക്ക് വേണ്ടി എത്ര പ്രണയം വേണ്ടെന്ന് വെച്ചതാണ്. അപ്പൊ എന്നെ ആർക്കും വേണ്ട, എന്നെ മുതലാക്കുകയാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഇതാണ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. സത്യത്തിൽ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് നേരം മാനുവായിട്ടൊക്കെ സംസാരിച്ച് നോക്കി, ഒരു രക്ഷയില്ല. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ഈ വണ്ടി എടുത്ത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണോ അതോ നീ ട്രെയിൻ പിടിച്ച് എൻ്റെ വീട്ടിൽ പോകുന്നോ എന്ന് ചോദിച്ചു. കുറച്ച് നേരമൊക്കെ മിണ്ടായിരുന്നിട്ടോ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ ആദ്യം വീട്ടിൽ പോയിട്ട് അച്ഛനെയും അമ്മയും സഹോദരനെ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിക്കും, അവരുടെ വീട്ടുകളിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കും. നിനക്ക് കെട്ടാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ കെട്ടുക. ഇനി അമ്മയും അച്ഛനും പറയുന്നില്ലേ നിങ്ങൾ ഒരുമിച്ചാണോ നിൽക്കുന്നത്, നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു ജീവിതം തുടങ്ങാം. ഈ ഒരു ഉപദേശം നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ ഈ കഥ പറഞ്ഞത് ഇന്നത്തെ കുട്ടികൾ എന്താ പറയാ ഒരു മുന്നും പിന്നും ചിന്തയൊന്നുമില്ല. ചെറിയ പ്രായമാകുമ്പോൾ തന്നെ പ്രണയിച്ചു, എനിക്ക് വരുമാനമുണ്ട്, കെട്ടിയേക്കാം. ഇനി മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഇതിനകത്ത് മറ്റൊരു വേഷണം കൂടി ഉണ്ട് ഈ കഥയിൽ. പെൺകുട്ടിക്ക് ഇപ്പൊ താല്പര്യമില്ല, ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ താല്പര്യമില്ല. അപ്പൊ ഇവനെ മാനസികമായിട്ട് തകർത്തിരിക്കുകയാണ്. ഇവൻ ആത്മഹത്യ ചെയ്യും എന്ന വക്കിൽ നിൽക്കുകയാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം അവന്റെ മനസ്സിൽ ഇങ്ങനെ ട്രോമയായിട്ട് കിടക്കുകയാണ്. ഇത് ഈ പെൺകുട്ടിയെ കൊണ്ട് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ട്രോമ എങ്ങനെയാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുത്തിട്ട് മാറ്റാൻ പറ്റുക? മാറ്റാൻ പറ്റും. സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ഈ കുട്ടിക്ക് ഇല്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ കുട്ടിക്ക് എന്നല്ല ഒരു കുട്ടിക്ക് ഉണ്ടാവില്ല. ഈ ആൺകുട്ടിക്ക് സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഞാൻ പറയും പ്രണയനൈരാശ്യം ഉണ്ടാകുന്ന അതിന്റെ വിഷമത്തിൽ നടക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോ കണ്ണൂരാണ് ഇരിക്കുന്നത്. കണ്ണൂരില് വളരെ ചെറുപ്പത്തിലെ തെയ്യകലാകാരനായി വളരെ ഫേമസ് ആയ ഒരു പയ്യൻ, 25 വയസ്സേ ഉള്ളൂ. അവൻ കെട്ടിയാടിയ തെയ്യകോലങ്ങൾ ഇപ്പോഴും ആളുകളുടെ വാട്സപ്പ് സ്റ്റാറ്റസ്. 2 ദിവസം മുമ്പാണ് ആത്മഹത്യ ചെയ്തത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു പ്രണയനൈരാശ്യമാണ്, പയ്യൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അപ്പൊ ആ പറഞ്ഞ ആൾ എന്നോട് പറയാ ഈ പയ്യൻ എന്തുമാത്രം ആരാധികമാരുണ്ടെന്ന് അറിയൂ. ഇവന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്ന എന്തുമാത്രം അതൊന്നും കണ്ടില്ല, നിങ്ങൾ പോയി. അവന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. സെൽഫ് ലവ് ഇല്ല. ഇപ്പൊ ഞാനാണെങ്കിലും താങ്കളാണെങ്കിലും നമുക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാം നമുക്ക് വേണ്ടിയല്ലേ? ആണോ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും താങ്കളും അങ്ങനെയാണ്. ഇവരങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോഴും ജീവനോടെ കണ്ടേ. ഇപ്പോ
ഒരു 60 വയസ്സെത്തുന്ന സമയത്ത് നമുക്കൊരു പീരീഡ് വരുന്നുണ്ട്. നമുക്ക് അപകർഷതാബോധം എന്നൊരു സംഭവം വരും. അതായത് നമ്മുടെ സമപ്രായക്കാർ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണുമ്പം നമുക്ക് തോന്നും ഞാൻ എവിടെ എത്തിയില്ല, എനിക്ക് അങ്ങനെ ആവണമായിരുന്നു, പക്ഷെ ഞാൻ ആ സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ പുറകെ പോയി. ഈ ഒരു സ്റ്റേജ് വരുന്നുണ്ട്. ഒരു 60 വയസ്സെത്തുന്ന സമയത്ത് നമുക്ക് വരും. ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. അപ്പം അന്ന് നമുക്കത് തോന്നാതിരിക്കണമെങ്കിൽ നമ്മൾ ഇന്ന് നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. സെൽഫ് ലവ് എത്ര പേര് ചെയ്യുന്നുണ്ട്? ഇപ്പം നേരത്തെ ഒരു പയ്യൻ്റെ കാര്യം പറഞ്ഞില്ലേ, പാലക്കാടിന് താങ്കൾ വിളിച്ചു. ആ കുട്ടിക്ക് വേണ്ടി അമ്മ പറയുന്നതാണ് കേട്ടത് അല്ലേ, എനിക്ക് ഇന്നതാവാനായിരുന്നു ആഗ്രഹം. ഞാനതിന് ഉദാഹരണമാണ്. ഞാൻ ഒരു ബേസിക്കലി ഒരു ടീച്ചറാണ്. ഞാൻ ഇപ്പോൾ ചെയ്യുന്നതും ടീച്ചിങ് തന്നെയാണ്. എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ ഞാനൊരു ടീച്ചറാണ്. ഞാനൊരു UP സ്കൂൾ ടീച്ചറായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ ആഗ്രഹം പ്രകാരം പോയതാണ് അതിൽ. എൻ്റെ ആഗ്രഹം മറ്റൊന്നായിരുന്നു, ഒരു പ്രൊഫഷൻ മറ്റൊന്നായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു? അന്ന് അമ്മയ്ക്ക് വിഷമമായിരുന്നതിലും ഞാൻ തിരഞ്ഞെടുത്തു. പക്ഷേ എൻ്റെ ഉള്ളിലൊരു സോളുണ്ട്. ആ സോളിനെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ എപ്പോഴും നമ്മളുമായിട്ടൊരു സ്ട്രഗിളിങ് നടക്കും. ആ സ്ട്രഗിളിങ് നടക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൂയിസൈഡിലേക്ക് പോകുന്നത്. നമ്മളോട് ചോദിക്കും, ഇത്രയും വർഷമായിട്ട് ഒരു ലൈഫിൽ ഒരു പീരീഡത്ത് നമ്മളോട് ചോദിക്കും, ഇത്രയും വർഷമായിട്ട് നിനക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എന്ത് ചെയ്തു നീ സംതൃപ്തനാണോ അല്ലെ സംതൃപ്തിയാ നിനക്കുണ്ടോ ഈ ഒരു ലൈഫിൽ? നീ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തത്? നിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നീ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇനി പോട്ടെ, എന്തൊക്കെയാണ് നിൻ്റെ ഇഷ്ടം? അതുപോലും റിയലൈസ് ചെയ്യാത്ത ആളുകളുണ്ട്. മറ്റുള്ളവരുടെ പുറകെ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി പോവുകയാണ്. അപ്പം അങ്ങനെ സെൽഫ് ലവ് ഇല്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, സൂയിസൈഡ് അങ്ങനെയാണ് വരുന്നത്. അവർക്കിഷ്ടമല്ല. ഇപ്പം പറഞ്ഞല്ലോ, ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ജീവിതം അങ്ങ് വേണ്ടാന്ന് വെക്കാം തീരുമാനിക്കുകയാണ്. എന്തിനാണ് ആ പെൺകുട്ടിയുടെ ഇഷ്ടം നോക്കുന്നത്? നമുക്ക് നമ്മുടെ ഇഷ്ടം നോക്കിക്കൂടെ? അതൊരു വലിയ ട്രോമയായി മാറുന്നേ. കാര്യം രാവിലെ ഞാൻ പ്രണയത്തിന്റെ ഒരു സമയം എന്താ, കാലത്ത് എഴുന്നേൽക്കുമ്പോഴേ അവളുടെ വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ അവളെ വിളിച്ചുണർത്തുക. ഇപ്പൊ ഈ പ്രേമനൈരാശ്യ കഥ പറയുന്ന എല്ലാവരും രാവിലെ അവള് വിളിക്കുമ്പോഴാണ് ഞാൻ ഉണരുക. അവളുടെ ശബ്ദം കേട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുക. ഞാൻ എൻ്റെ കുഞ്ഞു കാര്യങ്ങൾ വരെ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ബാത്റൂമിൽ പോകുന്നതിന് മുമ്പിട്ട് കുറച്ചു നേരം സംസാരിക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ബാത്റൂമിൽ ഞാൻ ഇന്നൊരു പല്ലിയെ കണ്ടടി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു പാറ്റയെ കണ്ടടി എന്ന് പറയുന്നു. ഞാനിന്ന് ഏത് ഡ്രസ്സാണ് ഇടേണ്ടതെന്ന് ചോദിക്കുന്നു, ആ ഡ്രസ്സ് ഇടുന്നു. ഞാനിന്ന് ആഹാരം കഴിക്കുന്നതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു, എല്ലാ കഥകളും പറയുന്നു. അവൻ അവൾക്ക് വേണ്ടി വേറൊരു ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ലോകത്ത് നിന്ന്, അല്ലെങ്കിൽ അവൾ അവന് വേണ്ടി ഒരു ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ലോകത്ത് നിന്ന് ഈ ഒരാൾ പെട്ടെന്ന് ഇറങ്ങി പോവാ. അതിൽ ഇയാൾ ചിന്തിക്കുമ്പോൾ ഇയാളുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാവില്ല, പക്ഷെ ചിലപ്പോൾ അവളുടെ മനസ്സിൽ, അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ വേറെ തെറ്റുണ്ടാവും. അത് ആര് ഫില്ല് ചെയ്യുന്നേ ആ ലോകം? നമ്മൾ അവരവരെ തന്നെ ഫില്ല് ചെയ്യണം. അതിനാണ് മൈൻഡ് പവർ വേണമെന്ന് പറയുന്നത്. അതിനുള്ള പ്രാക്ടീസിലാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ പ്രണയിക്കുന്ന സമയത്ത് ഇമോഷണലി ഭയങ്കര ഹൈ ആയിരിക്കും നമ്മൾ, അല്ലേ? ആ ഒരു ലോകത്തായിരിക്കും. ഇപ്പം ഇത് പോകുമ്പോൾ ഇമോഷൻ എന്ത് ചെയ്യുക? ബാലൻസ് പോവുകയും. അപ്പോൾ ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? നമുക്കുള്ളിലെ നെഗറ്റിവിറ്റിനെ നമ്മൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കളയണം. അത്തരത്തിലുള്ള പ്രാക്ടീസിലാണ് ആദ്യത്തെ ഒരാഴ്ച ഞാൻ കൊടുക്കാറ്. പിന്നീടാണ് മാനിഫെസ്റ്റേഷനിലെ ടെക്നിക്സുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാറ്. കാരണം എത്ര മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടും ഈ നെഗറ്റിവിറ്റിയും ട്രോമയും ഉള്ളിൽ കിടക്കുമ്പോൾ എങ്ങനെ അത് മാനിഫെസ്റ്റേഷൻ ചെയ്യപ്പെടാനാണ്? ഒരിക്കലും വർക്ക് ചെയ്യില്ല. ഒരാളുണ്ടാക്കിയ ഒരു ഗ്യാപ്പിനെ ഒരാഴ്ചത്തെ കൗൺസിലിംഗ് കൊണ്ട് ആ ഗ്യാപ്പിനെ പതുക്കെ ഇല്ലാതാക്കി അവിടേക്ക് വേറൊരു ആഗ്രഹം ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ പറയുന്ന ആ റൂൾസ് അതുപോലെ തന്നെ അവർ ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്തവർക്ക് 100% സക്സസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. എൻ്റെ അടുത്തൊരു കുട്ടി സമീപിച്ചു. ഫിനാൻഷ്യൽ ഇഷ്യൂട്ടാണ് വന്നത്. 4 വർഷമായിട്ട് ഈ കുട്ടി ഒരു സാമ്പത്തിക ബാധ്യതയുടെ പുറകെയാണ്, ഡിപ്രഷനായിട്ടാണ് വന്നത്. 30 ലക്ഷം കടമുണ്ട്. അപ്പം മാഡം ഇങ്ങനെയൊരു പ്രശ്നത്തിലാണ്, ഞാൻ ആത്മഹത്യയുടെ വാക്കിലാണ് ഞങ്ങളുടെ ഫാമിലി. പുറമേ നിന്ന് നോക്കുന്നവർക്കെല്ലാം ഉണ്ട്, ഇവർ നല്ല സെറ്റിൽഡാണ്. പക്ഷേ മെൻ്റലി ഞങ്ങൾ വളരെ ഡൗൺ ആയിട്ടുള്ളൊരവസ്ഥയാണ്. എന്ത് ചെയ്യും? ഞാൻ കൂടുതൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ആദ്യത്തെ കുറച്ച് ദിവസം ഈ നെഗറ്റിവിറ്റി എനിക്ക് മനസ്സിലായി, ഇവർക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. പിന്നെ ബിലീവ് സിസ്റ്റം ഉണ്ട്. കാരണം പണ്ട് മുതലേ നമ്മൾ കേട്ട് ഭൂരിഭാഗം ആളുകൾ നമ്മളെ പാരൻസ് നമ്മളോട് പറയും, പണത്തിൻ്റെ പുറകെ നമ്മൾ അധികം പോകാൻ പാടില്ല, നമ്മൾ താഴ്ന്നു നിൽക്കണം, നമ്മൾ ഒരു മീഡിയം കാര്യം ആഗ്രഹിക്കും, നമ്മൾ കുന്നിക്കുരുവോളെ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ വിചാരിക്കും പണം എന്തോ ഒരു മോശമാണ്, നമ്മൾ അധികം ആഗ്രഹിച്ചുവിടാം.
ഈ ഒരു ബിലീഫ് സിസ്റ്റം നമ്മൾ ഉള്ളിൽ കിടക്കുകയാണ്. പിന്നെ എങ്ങനെ പണം നമ്മളിലേക്ക് വരിക? എന്തിനേയും അമിതമായി ആഗ്രഹിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് വരൂ. കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരോളം കിട്ടുമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് കുന്നോളം ആഗ്രഹിക്കണം, കുന്നോളം തന്നെ കിട്ടും. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മളെന്തിനാ ആഗ്രഹിക്കാൻ കുറയ്ക്കുന്നത്? നമുക്കത് സങ്കല്പിച്ചുകൊണ്ട് ആഗ്രഹിച്ചൂടെ? ഓൾറെഡി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോവുക, എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ക്യാരക്ടർ? ഈ ഒരു അവസ്ഥയിൽ നമ്മൾ താതാത്മ്യം പ്രാപിച്ചു നോക്കൂ, എല്ലാം നമ്മളിലേക്ക് വന്നത്. ഈ ആഗ്രഹങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് തിരിച്ച് പഴയ സബ്ജക്റ്റിലേക്ക് പോയാൽ, സെൽഫ് ലവ്. ഈ സെൽഫ് ലവ് കൂടിയാൽ അയാളങ്ങ് സെൽഫിഷ് ആയി പോവില്ലേ? ഒരിക്കലും ഇല്ല. പിന്നെ ആ ബന്ധത്തിനൊരു വിലയില്ലാതായി പോവില്ലേ? ഒരിക്കലും ഇല്ല. ഞാനൊരു സിമ്പിളൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പം വിചാരിക്കും നമുക്ക് ഫാമിലി ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എനിക്ക് ഇവരൊക്കെ ഉണ്ട്, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യും. എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അച്ഛനുണ്ട്, എനിക്ക് അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു ഈ ഇടത്തരം കുടുംബത്തിലെ ആൺമക്കൾ, അത് മൂത്തതോ ഇളയതോ ആയാലും അവർക്ക് സാമ്പത്തിക ബാധയൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്ന കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അതാണ് പറഞ്ഞു വരുന്നത്, ഒരു പ്രായത്തിലെത്തുമ്പോൾ മനസ്സിലാവും ഇതാരും ഇല്ല, നമുക്ക് നമ്മളേ ഉള്ളൂ. ഇപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യണം. എനിക്കിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറയാം എനിക്ക് ഇനിയൊരു പ്രശ്നമുണ്ട്, എൻ്റെ ഒരു പ്രശ്നമുണ്ട്, കേൾക്കും എന്താണ് സൊല്യൂഷൻ എന്ന് ഞാൻ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ആ ഫീലിങ്സ് അനുഭവിക്കുന്ന ഞാനാണ്. അപ്പം ഞാൻ തന്നെ ഇതിന് സൊല്യൂഷൻ കണ്ടെത്തണം. നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. ഏതൊരു പ്രശ്നം വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ സെൽഫ് ലവ് ഉള്ള ഒരാളായിരിക്കണം. അപ്പം നമ്മുടെ ആ ഒരു സോൾ നമ്മളെ കൂടെ നിൽക്കും. എന്തെന്നില്ലാത്തൊരു ആത്മധൈര്യം വരും, ഒരു മനോധൈര്യം വരും, ഒരു പോസിറ്റീവ് എനർജി വരും. അത് ഇതുകൊണ്ട് മറ്റൊരാളുടെ സ്നേഹത്തെ കാണാതെ പോവുക, അവർക്ക് വേണ്ടത് കൊടുക്കാതിരിക്കുക, നമുക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ല. നമുക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്നല്ല. ഇപ്പം ഞാനൊരു വൈഫാണ്, ഭാര്യയാണ്, ഞാനൊരു അമ്മയാണ്. ആ റോളൊക്കെ ഞാൻ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം എന്ന് കരുതി ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ മറ്റുള്ളവർക്ക് അവിടെ കുറവ് വരണം എന്നല്ല പറയുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് വേണ്ടി ചെയ്യാം. ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു ഡാൻസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഡാൻസും പാട്ടൊക്കെയാണ് താല്പര്യം. കല്യാണം കഴിഞ്ഞ് ഒരു 10 വർഷമായി. ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഞാൻ പ്രയോറിറ്റി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എനിക്കിഷ്ടം ഇതാണ്. കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തൂടെ? അപ്പം നമ്മുടെ സോൾ എന്ത് ചെയ്യും? സംതൃപ്തിയാവും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ നിന്ന് സ്ട്രഗിൾ വരും. ആത്മാവിനൊരു ആത്മസംതൃപ്തി ഉണ്ടായാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു. അതെ, നമ്മൾ പകുതി വിജയിച്ചു. ഈ പ്രണയവൈരാശ്യത്തിൽ നിൽക്കുന്നവരെ, ബ്രേക്കപ്പായി നിൽക്കുന്നവരെ കൗൺസിലിംഗ് കൂടെ വീണ്ടും ഒന്നിപ്പിക്കാൻ പറ്റുമോ? അത് രണ്ട് വ്യക്തി ഇപ്പുറത്തുള്ള, ഇപ്പോൾ ഒരു പുരുഷനാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ അവരുടെ ഭാഗമാണല്ലോ പറയുക. എനിക്ക് ഇപ്പുറത്തുള്ള ഭാഗം കൂടെ കേൾക്കേണ്ടി വരും. ഒരു ഭാഗം മാത്രം കേട്ടിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പുറത്തുള്ള ഒരാൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ, അതുകൂടെ കേൾക്കണം. ഓക്കെ. ഈ പ്രണയബന്ധവുമായി ബന്ധപ്പെട്ട് കൗൺസിലിങ്ങിനൊക്കെ വരുന്നവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം വന്നു. ഞങ്ങൾ 5 വർഷമായിട്ട് പ്രണയിച്ചു എന്ന് പറഞ്ഞത്. എൻ്റെ ഫാമിലി, അതായത് ഒരു പുരുഷനാണ്, ഒരു ആൺകുട്ടിയാണ് വന്നത്. എൻ്റെ ഫാമിലിക്ക് ഓക്കെയാണ്, പക്ഷേ അവളുടെ ഫാമിലിക്ക് ഓക്കെ അല്ല. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? ഞാൻ കുറച്ച് കറുത്തിട്ടാണ്, കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ അമ്മ പറയും, ഫിനാൻഷ്യലൊക്കെ നല്ല സെറ്റിൽഡാണ് ഈ ആൺകുട്ടി. അമ്മ പറയും അവൻ നിനക്ക് ചേരില്ല, അവൻ കുറച്ച് കറുത്തിട്ടാണ്, കുറച്ച് ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഈ കുട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്? ഈ കുട്ടിയല്ലേ ഇയാളുടെ കൂടെ ജീവിക്കുന്നത്, അമ്മയില്ലല്ലോ. അപ്പം ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടിയുടെ ഫാദർ, അതായത് ഈ ഫാദർ ഇവരുടെ കൂടെ ഇപ്പം ഇല്ല. പെൺകുട്ടിയുടെ എന്താ കാരണം? അത് അവളുടെ അച്ഛൻ കുറച്ച് കറുത്തിട്ടായിരുന്നു, കുറച്ച് പൊക്കം കുറവായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ഒത്തുപോകാൻ കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് ഈ അടുത്ത ജനറേഷനിലേക്ക് ഇവർ പകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചൈൽഡ്ഹുഡ് തൊട്ട് ഈ കുട്ടി ഇത് കണ്ടും കേട്ടും വളരെയാണ് ഈ പെൺകുട്ടി. അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കുട്ടിയുടേതായ ഇഷ്ടമല്ല അത്. കണ്ടില്ലേ? ഇല്ല, അതാ പറഞ്ഞത്, സബ് കോൺഷ്യസ് മൈൻഡ് വളരെ പവർഫുള്ളാണ്. ഈ ആൺകുട്ടിയേക്കാൾ കൂടുതൽ ഈ കുട്ടി ഇടപഴകിക്കുന്ന ആരുമായിട്ടാണ്? മദറുമായിട്ടാണ്. മദർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതവിടെ പതിഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക? കുട്ടി അതിൻ്റെ പുറകെ പോകും. ഇപ്പം നീളവും വണ്ണവും ജോലിയൊക്കെ നോക്കി കാമുകനെ വേണ്ട എന്ന് പറഞ്ഞ് വേറെ സർക്കാർ ജോലിക്കാരനെ കല്യാണം കഴിച്ച് പോയവരൊക്കെ ഡിവോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാലഘട്ടമാണ്. അതാണ് കാമുകൻ നന്നായി ജീവിക്കുന്നുണ്ടാവും. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു തനിക്ക് താല്പര്യമുണ്ട്,
ഈ കുട്ടിക്ക് താല്പര്യമില്ല. പക്ഷെ എന്താ കാര്യം അങ്ങനെയാണെങ്കിൽ? ചിലരുന്നുണ്ട്, ഞാൻ പറഞ്ഞു ചേരേണ്ടത് ചേരും. തൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആയിട്ട് ചേരുന്ന ഒരാളുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ഇവിടെ ഗ്യാപ്പ് വന്നത്. താങ്കൾ സമയമാകുമ്പോൾ താങ്കളിലേക്ക് വരും. ഞാൻ തൽക്കാലം അവൻ്റെ ഈ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിച്ചു. ഒരിക്കൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഈ ആൺകുട്ടി. ഫ്രണ്ട്സൊക്കെ കൂടി രക്ഷിച്ചതാണ്. എന്നിട്ട് കുറച്ച് കാലം ഫ്രണ്ട്സ് ഇവനെ കാവലായിരുന്നു, ഇവനെന്തെങ്കിലും ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു ആത്മഹത്യ എന്നതൊന്നിനൊരു പരിഹാരമല്ല. നീ ഇപ്പോൾ ആത്മഹത്യ ചെയ്താലും നമ്മളെല്ലാം ഒരു എനർജിയാണ്. ഈ പ്രപഞ്ചത്തിലെല്ലാം നമ്മൾ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ഒരു എനർജിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നീ ഇപ്പം സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ശരീരം മാത്രമേ ഇവിടുന്ന് പോവുള്ളൂ, നിന്റെ എനർജി ഉണ്ടാവും. അയാൾ പോകുന്നില്ല. നീ വീണ്ടും ഒരു ശരീരം സ്വീകരിക്കും. നീ ഈ പാസ്റ്റ് കർമ്മ അപ്പോഴും അനുഭവിക്കേണ്ടി വരും. കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. എന്താണത്? അതെന്ന് വെച്ചാൽ പേഴ്സണലി നമ്മൾ ഹേർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഒരുപാട് ട്രോമയിലൂടെ സഞ്ചരിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ എത്തിപ്പെട്ടത്. എൻ്റെ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞാൻ ഈ അബാക് മീഡിയയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നത്. 100% ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അബാക് മീഡിയ എനിക്ക് രാഹുൽ കോള് വന്നപ്പോഴും ഞാനിത് കണക്ട് ചെയ്തു. ഇത് ഓൾറെഡി പ്രോഗ്രാംഡ് ആയി വെച്ചിരിക്കുന്നതാണ്. ആണ് ഞാനതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ താങ്കൾക്ക് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല, പ്രൈവസി എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഇതിൽ കടന്നു പോയത് എൻ്റെ മൈൻഡ് പവർ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇതിൽ കൂടുതൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയി, സൈക്കോളജി. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടത്. എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ ആ കർമ്മ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയരാശ്യം വരുന്നവരോടൊക്കെ ഞാൻ പറയുന്നത് എന്താ പറയുക, വാരണമായിരം സിനിമ കാണാൻ പറയും. അതിൽ സൂര്യയുടെ ക്യാരക്ടർ. അതെ, നമ്മൾ അങ്ങനെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിലും നല്ലതാണ്. അല്ല, ഒരു സ്റ്റേജിൽ അത് ഓരോ ജനറേഷൻ കാണിക്കുന്നുണ്ടല്ലോ വാരണായിരത്തിൽ, അല്ലേ? അപ്പം ഓരോ സമയത്തും നമ്മൾ അനുഭവിക്കേണ്ട കുറച്ച് ഇമോഷൻസ് ഉണ്ട്. അതിലൂടെ നമ്മൾ കടന്നു പോകണം. കടന്നു പോയാലേ നമ്മുടെ മൈൻഡ് പവർ കുറച്ച് കൂടും. പക്ഷെ ആ ടൈമിൽ പല ആൾക്കാർ എന്ത് ചെയ്യും? ഒന്നുകിൽ ജീവൻ അപായപ്പെടുത്തും, അല്ലെങ്കിൽ സൈക്കിക്കായി പോകും. ഇമോഷണലി ബാലൻസ്ഡ്. പക്ഷെ അതിലൊക്കെ തിരിച്ചു വരാൻ സഹായിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ, തീർച്ചയായിട്ടും. എൻ്റെ അടുത്ത് എത്തുന്ന ആൾക്കാർക്ക് ഭൂരിഭാഗം പേരും റിസൾട്ട് പറയുന്നുണ്ട്. റിസൾട്ട് ഇപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ഇറങ്ങാൻ മുമ്പ് എന്നെ ഒരാൾ വിളിച്ചു ഫോണിൽ. അവരെൻ്റെ കോഴ്സിലൊന്നും പങ്കെടുത്തിട്ടില്ല, ജസ്റ്റ് എൻ്റെ യൂട്യൂബ് ടെക്നിക്ക് മാത്രം ഫോളോ ചെയ്തതാണ്. ഹസ്ബൻഡ് മദ്യപാനിയായിരുന്നു, പല രീതിയിൽ നോക്കി. അതുകൊണ്ട് തന്നെ ഇവരും നെഗറ്റീവാണ്. ഹസ്ബൻഡ് നെഗറ്റീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരും നെഗറ്റീവായി. ഇവരും ആ ഒരു മെൻ്റലി ഒരു ഡിപ്രഷനായിരുന്നു. അപ്പോൾ പറഞ്ഞു, വളരെ മാറ്റമുണ്ട് മാഡം, താങ്കൾ പറഞ്ഞ ടെക്നിക്ക് ഞാൻ ചെയ്തു, കറക്റ്റ് 21 ദിവസം ഞാൻ ചെയ്തു, വളരെ മാറ്റമുണ്ട്. ഞാൻ ആ നന്ദി പറയാൻ വിളിച്ചതാണെന്ന് പറഞ്ഞത്. എനിക്ക് സന്തോഷം. സോഷ്യൽ മീഡിയ അതിൽ നമ്മുടെ കഴിവിനേക്കാൾ നമ്മൾ പറയുന്ന കണ്ടന്റിനേക്കാൾ സോഷ്യൽ മീഡിയ കണ്ടന്റ് ആണ് വലുതെന്ന് പറയുന്നത്. ഞാനൊരിക്കൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരാൾ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് നന്ദി പറയണം. എന്താണ് എന്നോട്? എനിക്ക് പക്ഷേ അറിയില്ല. പുള്ളി ഞാനെടുത്ത ഏതോ ഇന്റർവ്യൂവിൽ ഏതോ ഒരു ഗസ്റ്റ് പറയുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിന് ശിക്ഷപ്പെട്ടു. അങ്ങനെ ഈ പുള്ളി മദ്യപാനം അവസാനിപ്പിച്ചു. ഒരു ദിവസം 5000 രൂപ വരെയാണ് മദ്യപാനത്തിന് ചെലവാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് ആ പണമൊക്കെ കൂട്ടി വെച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നു. വരുമാനം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആലോചിക്കും, ദൈവമേ, എവിടെയോ ഇരുന്ന് ആരോടോ പറഞ്ഞ എന്തോ ഒരു കാര്യം. ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ചില റീൽസിലൊക്കെ ഉണ്ടാവുന്ന ചില കോട്ടുകളൊക്കെ നമ്മളെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ചിലരുണ്ട് ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ഒരു 10 മിനിറ്റ് എന്തെങ്കിലും നല്ല ചാർജ് ആയിരിക്കും, പിന്നെയും ബാക്കോട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ 21 ഡേയ്സ് കൊടുക്കുന്നത്. ഈ എന്നോട് പലരും ചോദിക്കും, മാഡം 21 ദിവസത്തെ കണക്ക് എന്താണ്? ഞാൻ പറഞ്ഞു, 21 ദിവസം എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനിൽ ഒരു ശീലം ഫോമായി പ്രോഗ്രാമായി വരണമെങ്കിൽ മിനിമം 21 ദിവസമാണ് പറയുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു മോശമായിട്ടുള്ള ശീലത്തെ എടുത്തു കളഞ്ഞ് നല്ലൊരു ശീലം അവിടെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ മിനിമം 21 ഡേയ്സാണ് പറയുന്നത്. അതുകൊണ്ടാണ് 21 ദിവസത്തെ കണക്ക് ഞാൻ പറയുന്നത്. ഓക്കെ.